ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും പൗരത്വം മതാടിസ്ഥാനത്തിൽ ആക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂരിൽ നടത്തിയ LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു രാഷ്ട്രവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നില്ല. അത്തരം ലോകത്താണ് ഇന്ത്യ. നമ്മുടെ രാജ്യം മതനിരപേക്ഷത തകർത്തുകൊണ്ട് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും കടുത്ത കരിനിയമം UAPA അതിനെ കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതി കൊണ്ടുവരുന്നെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമുക്ക് നഷ്ടമാകുന്നത് രാഷ്ട്രം തന്നെയാകും എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായിരിക്കും. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ഇടത്തേക്ക് 10 വർഷമായി. 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2014 അധികാരത്തിൽ വരാൻ അവസരമൊരുക്കിയത് കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള രണ്ടാം UPA സർക്കാരാണ്. രണ്ടാം UPA സർക്കാർ കനത്ത ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചപ്പോൾ രാജ്യവും ജനങ്ങളും കടുത്ത അതൃപ്തിയായി. ആ അതൃപ്തിയാണ് BJPക്ക് അവസരം നൽകിയത്. BJP അടുത്തരായ ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുണ്ട്. ജനങ്ങൾ കോൺഗ്രസിന്റെ ഭരണത്തിൽ മനമെടുത്തവർ പുതിയ വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ അതിൽ വിശ്വസിച്ച് BJP അധികാരത്തിൽ. രാഹുൽ ഗാന്ധിക്ക് വലിയ പരാതി അദ്ദേഹത്തെ വിമർശിക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേരെടുത്ത് പറയുന്നത് ഇവിടെയാണ്. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി രാജ്യത്ത് ഒരു യാത്ര നടത്തുകയാണ്. രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സമഗ്ര ന്യൂസ്, മട്ടന്നൂർ.